വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ തൂഫാൻ. 7 ജില്ലകളിലെ MDMA മൊത്തക്കച്ചവടക്കാരനാണ് മുഹമ്മദ് ഹുസൈൻ. മുഹമ്മദ് ഹുസൈനെ അറിയാമല്ലോ, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വന്തം ആളാണ്. ഈ പറയുന്നത് വെറുതെയല്ല. മുഹമ്മദ് ഹുസൈൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി റീലുകളിലും ഫോട്ടോകളിലും ഇരുവരും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതാണ്. വി.ഡി. സതീശന്റെ കൈ പിടിച്ച് നടക്കുന്നയാളാണ് മുഹമ്മദ് ഹുസൈൻ. ഉദാഹരണം പറയാം, 2021 സെപ്റ്റംബർ 4 രണ്ടുപേരും കൂടി നിൽക്കുന്ന ഫോട്ടോ വന്നു. 2022 നവംബർ 30 സതീശനും ഈ പറയുന്ന MDMA കേസ് പ്രതിയായിട്ടുള്ള ഈ ക്രിമിനലും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. 2023 ഒക്ടോബർ 1 ഈ ക്രിമിനലും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ വന്നു. ഇനി അതിനും തെളിവ് കൂടുതൽ വേണമെങ്കിൽ പറയാം. 2025 മാർച്ച് 22 വി.ഡി. സതീശൻ ഒരു ഇഫ്താർ വിരുന്ന് കോഴിക്കോട് സംഘടിപ്പിച്ചു. കോഴിക്കോട് കൃത്യമായി പറഞ്ഞാൽ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലാണ് ആ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. അതിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അതിഥി ഈ പറയുന്ന MDMA കേസിൽ പിടിയിലായിട്ടുള്ള ഈ കൊടും ക്രിമിനലായിട്ടുള്ള മുഹമ്മദ് ഹുസൈനാണ്. വി.ഡി. സതീശന് തൊട്ടടുത്ത് നിൽപ്പിന്നാണ് ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ ഭക്ഷണം കഴിക്കുന്നത്. മാത്രമല്ല, ഹുസൈന്റെ വീട്ടിൽ വി.ഡി. സതീശൻ പോയിട്ടുണ്ട്, വി.ഡി. സതീശന്റെ വീട്ടിൽ ഹുസൈനും വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വി.ഡി. സതീശന്റെ ജന്മദിനത്തിന് ആശംസ നേരാനും ഈ പറയുന്ന കൊടും ക്രിമിനലായിട്ടുള്ള MDMAയുടെ മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള 7 ജില്ലകളിലെ മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ച ബന്ധമാണ്. വലിയ BGM ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന കൊടും ക്രിമിനലായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന റീലുകൾ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയില്ല. വി.ഡി. സതീശൻ എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെയാണ് വന്നത്? നവകേരള സദസ് ഓർമ്മയുണ്ടല്ലോ, അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്. ആ സദസ് നവകേരള യാത്ര ബസ് ആലപ്പുഴയിൽ വന്നപ്പോഴാണല്ലോ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ MD തോമസിനെ അടക്കം പോലീസുകാർ മർദ്ദിച്ചത്. വി.ഡി. സതീശൻ പറയുന്നത് അക്കൂട്ടത്തിൽ ഈ മുഹമ്മദ് ഹുസൈൻ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ വാർത്താ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ഒന്നും തന്നെ ഈ മുഹമ്മദ് ഹുസൈൻ അവിടെ പ്രതിഷേധിക്കുന്നതായിട്ടോ മുഹമ്മദ് ഹുസൈനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടോ കണ്ടിട്ടില്ല. മറിച്ച് ഒരു ദൃശ്യം ശരിയാണ്. മുഹമ്മദ് ഹുസൈൻ അന്നത്തെ പിണറായി വിജയൻ യാത്ര ചെയ്ത ആ നവകേരള സദസ്സിലെ ബസ്സുണ്ടല്ലോ, അവിടെ കരിങ്കൊടി കാണിക്കുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. അതിലൊഴികെ മറ്റ് പോലീസ് നടപടികളൊന്നും ഇദ്ദേഹത്തിനെതിരായി വന്നിട്ടില്ല. അതേസമയം സതീശൻ പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ നവകേരള ബസ്സിന് അവിടെ തടഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ചു. അങ്ങനെയുള്ള ബന്ധമാണ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ കൃത്യമായി തന്നെ ബന്ധമുണ്ട്. അത് ഇവർ തമ്മിലുള്ള ദൃശ്യങ്ങളും ഫോട്ടോകളും തെളിയിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ന്യായീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവർ തമ്മിൽ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുണ്ട്. ഇനിയാണ് നമ്മൾക്ക് വരേണ്ട പോയിന്റിലേക്ക് വരുന്നത്. ഇതൊരു കെണിയായിരുന്നു. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് ഇവർ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് അറിയാമല്ലോ. രമേശ് ചെന്നിത്തലയുടെ പക്കലാണല്ലോ ഇന്റലിജൻസ് ഉള്ളത്, സംസ്ഥാന ഇന്റലിജൻസ് രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മുഹമ്മദ് ഹുസൈനെ ലക്ഷ്യമിടുക വഴി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിത്തെറിപ്പിച്ച വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയേണ്ടതുണ്ടോ? ഇല്ല. കാരണം വി.ഡി. സതീശന്റെ വലങ്കൈയായിട്ടുള്ള ഒരാൾ 7 ജില്ലകളിലെ MDMA മൊത്തക്കച്ചവടക്കാരനാണെന്ന് തെളിയിക്കുന്നത് വഴി അവിടെ പ്രതിസന്ധിയിലാകുന്നത് ആരാണ്? വി.ഡി. സതീശനാണ്. ആ പ്രതിസന്ധിയിലേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയതാരാണ്? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നമുക്കറിയാമല്ലോ, 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. അവസാനം ഈ മുഖ്യമന്ത്രി കസേര കൊണ്ടുപോയതാരാണ്? രമേശ് ചെന്നിത്തലയേക്കാൾ ജൂനിയർ ആയിട്ടുള്ള വി.ഡി. സതീശനാണ്. അന്ന് തുടങ്ങിയ പക ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളിൽ കാണും. അദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തരം കിട്ടിയപ്പോൾ ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലും ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിന് കൃത്യമായി
അറിഞ്ഞിരിക്കണം, അറിയാം, കൃത്യമായിട്ട് അറിയാം. അടിവരയിട്ട് പറയുന്നു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുഹമ്മദ് ഹുസൈനും VD സതീശനും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രമറിയാം. അതുകൊണ്ട് മുഹമ്മദ് ഹുസൈനെ പൊക്കുക വഴി രാഷ്ട്രീയമായി കുടുക്കിലാക്കാൻ കഴിയുന്നത് കൃത്യമായി പറഞ്ഞാൽ VD സതീശനെയാണ് എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് ഹുസൈനെ പൊക്കിയത്. മുഹമ്മദ് ഹുസൈനെ പൊക്കിയപ്പോൾ കൃത്യമായി രമേശ് ചെന്നിത്തല വെച്ച കെണിയിലേക്ക് തന്നെയാണ് VD സതീശൻ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന് ഹുസൈനെ ന്യായീകരിക്കേണ്ടി വരുന്നു. VD സതീശന് മുഹമ്മദ് ഹുസൈനും താനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയാതെ വരുന്നു. ആകെ വിശദീകരിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഹുസൈനെതിരെ പോലീസ് നടപടി ഉണ്ടായെന്നും അങ്ങനെയാണ് താൻ ബന്ധപ്പെട്ടത്, അങ്ങനെയാണ് ഈ ബന്ധം വളർന്നു വരുന്നതും എന്നുമാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ അത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു പോലീസിനാൽ ആക്രമിക്കപ്പെട്ട ആളല്ല മുഹമ്മദ് ഹുസൈൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന രമേശ് ചെന്നിത്തല വെച്ച കെണിയിലേക്ക് വീണ്ടും വീണ്ടും VD സതീശൻ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ രമേശ് ചെന്നിത്തല ഒരു ചക്രവ്യൂഹം, ഒരു പത്മവ്യൂഹം സൃഷ്ടിച്ചിരിക്കുന്നു. ആ പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് പുളയുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പുളയുകയാണ് സാക്ഷാൽ മുഖ്യമന്ത്രി VD സതീശൻ. രമേശ് ചെന്നിത്തല ഇങ്ങനെയാണ് മധുരമായി പ്രതികാരം വീട്ടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.